ഫ്ലാസ്ക് എന്ന സിനിമയ്ക്ക് പേരിട്ടപ്പോ മോനെ കൊള്ള സംവിധായക എന്ന് പറഞ്ഞ ഇതിൽ ആരാണ്? എനിക്ക് ആദ്യം പറഞ്ഞ സുരേഷ് ശർമ്മ. ചേട്ടൻ ആദ്യം പറഞ്ഞ സത്യം. സുരേഷ് ശർമ്മയാണ് പേര്. അന്ന് ഈ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ നീ എപ്പോഴാ സിനിമ തുടങ്ങുന്നെങ്കിലും കുഴപ്പമില്ല, നീ ടൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ആണോ? അതെന്താ ചേട്ടൻ അത്രമാത്രം അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത്? ഫ്ലാസ്കിന്റെ പേരും ഇഷ്ടപ്പെട്ടു എനിക്ക്. മാത്രമല്ല ഈ ഫ്ലാസ്കിന്റെ അർത്ഥം ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫ്ലാസ്ക് എന്ന് ഇട്ടിരിക്കുന്നത്, അതൊരു സംഭവം. അത് രാഹുൽ പറഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് ഈ കഥ അതാണ്. അപ്പൊ ഇതിലപ്പുറം വേറെ ടൈറ്റിൽ ഇല്ല. അതെന്താ ചേട്ടാ ഇങ്ങനെ ഇവരൊക്കെ ഇത്ര സസ്പെൻസ് അങ്ങനൊന്നുമില്ല. ഈ സുരേഷ് ഏട്ടൻ ഒരു ജഡ്ജിയായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ PSO ആയിട്ടാണ് സൈചാന്റെ ക്യാരക്ടർ. അപ്പൊ ഈ PSO ആയിട്ട് ജോലി ചെയ്യുന്ന പോലീസുകാരെ ഡിപ്പാർട്ട്മെന്റിനകത്ത് കളിയാക്കി വിളിക്കുന്ന പേരാ ഫ്ലാസ്ക്. അങ്ങനൊരു അപ്പൊ അത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പോലീസുകാരൻ ഇതുപോലെ ഒരു ജഡ്ജിന്റെ കൂടെ അദ്ദേഹം ജഡ്ജ് റിട്ടയർ ആയപ്പോൾ എഴുതിയ ഒരു അനുഭവക്കുറിപ്പ് വായിച്ചിട്ടുണ്ട്. ഞാനൊരു ഫ്ലാസ്ക് ആണ്, ഞാൻ ആദ്യം അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അന്നാണ് ഞാനും ഇങ്ങനെ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ ഈ PSO ആയിട്ട് ജോലി ചെയ്യുന്ന പലരെയും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഈ വിളിപ്പേര് അവർക്ക് ശരിക്കും അതേ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. കാരണം അവരുടെ ജോലി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, രാത്രി ലൈറ്റ് ഓഫ് ആവുന്നവരാണ് ഡ്യൂട്ടി ടൈം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുകളുള്ള ജോലിയാണ്. പക്ഷെ അവർക്ക് ഇതൊരു സുഖജോലിയായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലരും അവരെ കളിയാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ തന്നെ അതേ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഈ ക്യാരക്ടറിന്റെയും ആ ഐഡന്റിറ്റി ക്രൈസിസ് സിനിമയിലുണ്ട്.